പ്രിയൻചേട്ടനാ വിളിക്കുന്ന. എടുത്ത് സംസാരിക്ക. എന്താ പ്രിയൻചേട്ടാ? നീ കമ്പനിയിലേക്ക് ഇറങ്ങിയോ? ഇല്ല, എന്താ കാര്യം? അമ്മയ്ക്ക് തീരെ വയ്യ. അയ്യോ, എന്തു പറ്റി? ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പഴയ ഭക്ഷണം ചൂടാക്കി കഴിച്ചതിന്റെ ആണെന്നാ തോന്നുന്നേ. നല്ല പനിയുണ്ട്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നില്ലേ? ഡോക്ടറുടെ അടുത്തേക്കൊന്നും പോണ്ടെന്ന് അമ്മ പറയുന്നത്. ദർശന കോളേജിലേക്ക് പോയി. നിന്നെ കണ്ട അമ്മയ്ക്കൊരു ആശ്വാസവും. നിനക്കൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പാറു, എനിക്ക് കമ്പനിയിലേക്ക് പോയേ പറ്റൂ. ചേച്ചിയുടെ കല്യാണം അടുക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ലീവ് വേണ്ടി വരും. ഇപ്പോഴേ എല്ലായിടത്ത് തീർത്താ കരുണാകരൻ സാറ് കല്യാണത്തിന് പോവാൻ സമ്മതിച്ചു എന്ന് വരില്ല. അതിനെന്താ, ഞാൻ മോഹനെ വിളിച്ചിട്ട് പെർമിഷൻ ചോദിക്കാൻ പറയാം. വേണമെങ്കിൽ കൈലാഷ് സാറിനെ നേരിട്ട് വിളിക്കാം. വേണ്ട പ്രിയൻചേട്ടാ, അദ്ദേഹത്തോട് ഇങ്ങനെ സഹായം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പ്രിയൻചേട്ടൻ പറഞ്ഞേ? ഞാൻ അമ്മയെ വിളിച്ച് സംസാരിച്ചോളാം. ശരി, നീ കമ്പനിയിലേക്ക് പൊയ്ക്കോ. ഞാൻ അമ്മയെ നോക്കിക്കോളാം. എന്താ പാറു? പ്രിയൻചേട്ടന്റെ അമ്മയ്ക്ക് പനിയ. നീ പോയി കാണുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ നിന്നെ അവിടെ ആക്കിത്തരാം. എനിക്ക് പ്രിയൻചേട്ടന്റെ അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല മീര. മനസ്സ് കല്ലാക്കിക്കൊണ്ട ഞാൻ അമ്മയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇനി ആ വീടിന്റെ പടി ചവിട്ടാനുള്ള അർഹതയോ അവകാശമോ എനിക്കില്ല. പ്രിയൻചേട്ടന്റെ അമ്മ എന്നെ ജീവനും തല്ലി സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയതോടെ പറയാൻ എനിക്ക് കഴിയില്ല. അന്ന് ഹോസ്റ്റലിലേക്ക് അമ്മ വന്നപ്പോ സത്യം പറയാതെ ഞാൻ ഇങ്ങനെയാ പിടിച്ചു നിന്നത് എനിക്ക് മാത്രമേ അറിയൂ. അവരെന്നെ സ്നേഹത്തോടെ മോളെന്ന് വിളിക്കുമ്പോ ഞാൻ കുറ്റബോധത്തോടെ തല താഴ്ത്തി നിൽക്കായിരുന്നു. വേറെ നിവർത്തിയില്ലാതെ ഞാൻ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞത്. നിന്നെ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഒരാളെയും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു അമ്മായി അമ്മയാണ് നിനക്ക് കിട്ടിയത്. അവരിൽ നിന്ന് അകന്നു പോകുമ്പോ നിനക്കുണ്ടാവുന്ന വേദന എത്രത്തോളാണെന്ന് എനിക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയൂ. നിന്നെ ഇത്തരത്തിൽ പരീക്ഷിക്കുന്ന ദൈവം എല്ലാം അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും നിനക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നീ വാ.